RS ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യപക്ഷങ്ങൾക്കും സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് രണ്ട് കാര്യങ്ങളെ കുറിച്ചാണ്. ഒന്ന് ലാ ലീഗ് ആൻഡ് വാറിനെ കുറിച്ചാണ്. പ്രത്യേകിച്ച് ലാ ലീഗിലെ വാറിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. ലാ ലീഗില് ലെമീൻ യമാലിന്റെ പരിക്കിനെ കുറിച്ചാണ് നമ്മൾ ആദ്യം സംസാരിക്കുമ്പോൾ. ലെമീൻ യമാലിന്റെ പരിക്കും റയലിന്റെയും ബാഴ്സയും മുന്നോട്ടുള്ള പോക്കിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. യമാലി അവസാന മത്സരത്തിൽ പെനാൽറ്റി ഷൂട്ടിൽ എടുത്തതിന് ശേഷം പെനാൽറ്റി ഷൂട്ടൗട്ട് എടുത്ത ശേഷം ചങ്ങായി പരിക്ക് പറ്റിയിട്ട് പോവാണ്. വേൾഡ് കപ്പ് തുടക്കം വരെ മിസ്സാവുന്നുള്ള കാര്യത്തിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സീസണിൽ വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമേ യമാല് പ്ലേയിങ് ലെവലിൽ കളിക്കാതിരുന്നുള്ളൂ. ബാക്കി എല്ലാ മത്സരങ്ങളും മിക്ക മത്സരങ്ങളും 90 മിനിറ്റ് കളിച്ചിട്ടുണ്ട്. ബാഴ്സലോണയ്ക്ക് വേണ്ടിയിട്ട് കിടിലൻ പെർഫോമൻസ് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു ഇഞ്ചുറി വരുന്നത്. ഏപ്രിൽ മാസത്തെയും കൂടിയിട്ട് ലാ ലീഗ് പ്ലെയർ ഓഫ് ദ മന്ത് അവാർഡ് കിട്ടിയാണ്. തുടർച്ചയായിട്ട് 3 അവാർഡ്. ഒരു സീസണിൽ തുടർച്ചയായിട്ട് 3 അവാർഡ് കിട്ടുന്ന ആദ്യത്തെ കളിക്കാരൻ കൂടിയാണ് ഈ 18 വയസ്സിൽ ചങ്ങായി കാണിച്ചു കൂട്ടുന്നത്. ഗോളുകളും അസിസ്റ്റുകളും ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഇടയിലാണ് ഈ ഒരു പരിധി. ആ പരിധി ആരും പ്രതീക്ഷിച്ചില്ല. പെനാൽറ്റി അടിക്കുന്നു, സെലിബ്രേഷന് വേണ്ടിയിട്ട് 2 സ്റ്റെപ്പ് എടുത്തിരിക്കുന്നു, അവിടെ കിടക്കാണ്. അങ്ങനെ പരിക്ക് പറ്റിയിരിക്കുകയാണ്. ഞാൻ കുറേ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, യമാലിന് കുറച്ച് ടൈം റെസ്റ്റ് കൊടുക്കണം. ഈ 90 മിനിറ്റ് എല്ലാ കളിയിലും കളിക്കുന്നുണ്ട്. ആള് ഒരുപാട് ഗോളുകൾ അടിച്ച് ആ ഒരു ലീഡ് ചെയ്യുന്ന സമയത്തൊക്കെ കുറച്ചെങ്കിലും ഒരു 20 മിനിറ്റ് ഒക്കെ ആ ഒരു റൂണി ബഗ്ദാജിക്ക് അവസരം കൊടുക്കണം. എന്താ പറയുക, ഇനി റൂണിന്റെ കയ്യിലാണ് ഇനി 5-6 മത്സരങ്ങളുള്ള റൂണിയുടെ കയ്യിലാണ് കുറെ കിടക്കുന്നത്. റഫീനിയും എൽ ക്ലാസിക്കോയില് തിരിച്ചെത്തുന്നു പറയുന്നുണ്ട്. എൽ ക്ലാസിക്കോ ഭയങ്കര നിർണായകമാണ്. ഇപ്പോ 9 പോയിന്റ് ലീഡ് ഉണ്ടെന്നുള്ള കാര്യമൊക്കെ ശരി. 2 മത്സരം എവേ മത്സരങ്ങളാണ് ബാഴ്സയ്ക്ക് വരാൻ പോകുന്നത്. അതേപോലെ ഇന്നലെ രാത്രി നടന്ന മത്സരത്തിൽ റയൽ ബെറ്റിസ് ആയിട്ടുള്ള മത്സരത്തിൽ റയൽ ജയിച്ചിട്ടുണ്ട്. റയൽ വീണ്ടും 3 പോയിന്റ് കുറച്ചിട്ട് 6 പോയിന്റ് ലീഡാക്കി. ഇനി അടുത്ത മത്സരത്തിൽ ഇന്ന് നടക്കാൻ പോകുന്ന മത്സരത്തിൽ ബാഴ്സലോണ വിജയിക്കണം. അത് ഒരു എവേ മത്സരം എന്നുള്ള കാര്യമാണ്. യമാലും റഫീനും ഇല്ലാതെ എത്രമാത്രം മുന്നോട്ട് എന്നുള്ള കാര്യം അവസാന മത്സരത്തിൽ കണ്ട് തന്നെ അറിയാൻ പറ്റും. യമാൻ ഇല്ലാതെ എത്രമാത്രം മുന്നോട്ട് ബാഴ്സലോണയ്ക്ക് പോകാൻ കഴിയുമെന്നുള്ളതിന് ഇനിയുള്ള മത്സരങ്ങൾ ഭയങ്കര നിർണായകമാണ്. എന്താണ്, ഇനി വളരെ കുറച്ച് മത്സരങ്ങൾ, വിരലിലെണ്ണാവുന്ന മത്സരങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അതിൽ 3ഓളം എവേ മത്സരങ്ങൾ വരുന്നുണ്ട്. ഇതൊക്കെ ഹോം മത്സരങ്ങൾ വരുന്നുണ്ട്, എവേ മത്സരങ്ങൾ വരുന്നുണ്ട്. ഇതിനൊക്കെ അവസാന മത്സരം ഹോമിലെ നടന്നു 1-0 കഷ്ടിച്ച് രക്ഷപ്പെട്ടു എന്ന് പറയാൻ പറ്റുള്ളൂ. കഷ്ടിച്ച് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ അത്രയും മോശം കളിയായിരുന്നു. പിന്നെ എങ്ങനെയാണ് മുന്നോട്ട് പോക്കുന്നുള്ള കാര്യം ആലോചിച്ചാൽ ഭയങ്കര പ്രശ്നം തന്നെയാണ്. പ്രശ്നം എന്ന് പറഞ്ഞാൽ അവിടെ റയൽ മാഡ്രിഡിന്റെ ഭാഗത്തും പരിക്കണങ്ങളുണ്ട്. പക്ഷേ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒരു മെയിൻ പ്ലെയർ, ബാഴ്സലോണയുടെ മെയിൻ പ്ലെയർ 2 പേര് റഫീനിയും യമാലും ഇല്ലാതെയാണ് ഇനിയുള്ള മത്സരങ്ങൾ കളിക്കേണ്ടത്. അപ്പോൾ എൽ ക്ലാസിക്കോയും അതിനുശേഷം 2-3 മത്സരങ്ങളിലൊക്കെ റഫീനെ തിരിച്ചെത്തുള്ള കാര്യം. പക്ഷേ റഫീനെ തിരിച്ചെത്തുന്നതോട് കൂടിയിട്ട് എത്രമാത്രം റഫീനിയും യമാലും കൂടി കളിക്കുമ്പോഴാണ് 2 പേരുടെയും ഫുൾ ആൻഡ് ഫുൾ നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ ഇനിയുള്ള മത്സരങ്ങൾ ഏതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ബാഴ്സലോണയ്ക്കുള്ള ഇനിയുള്ള മത്സരങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഗെറ്റാഫെ ആയിട്ട് ഒരു എവേ മത്സരമുണ്ട്. അതിനുശേഷം ഒസസൂനായിട്ട് ഒരു എവേ മത്സരം നടക്കാനുണ്ട്. അതിനുശേഷം ബാഴ്സലോണ റയൽ മാഡ്രിഡിനെ 10-ാം തീയതി, അതാണ് ഒരു നിർണായകമായ എൽ ക്ലാസിക്കോ മത്സരം. അതിനുശേഷം ആൽവസ് ആയിട്ട് വീണ്ടും ഒരു എവേ മത്സരമാണ്. അതിനുശേഷം ബാഴ്സലോണ റയൽ ബെറ്റീസിനെ ഹോമിൽ നേരിടുന്നു. വലൻസിയ ആയിട്ട് അവസാന മത്സരം എവേ മത്സരമാണ്. അപ്പോൾ 1, 2, 3, 4 എവേ മത്സരങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യമാണ് ആലോചിക്കേണ്ടത്. 4 എവേ മത്സരങ്ങളും 2 ഹോം മത്സരങ്ങളാണ് ഇനിയുള്ളത്. അപ്പോൾ ഭയങ്കര കട്ടുകട്ടി തന്നെയാണ്. അതും റഫീനിയും ഇല്ലാതെയാണ്, യമാനും ഇല്ലാതെയാണ് കളിക്കുന്ന കാര്യം ആലോചിക്കണം. അപ്പോൾ ലീഗിൽ ഇതുവരെ നോക്കിക്കഴിഞ്ഞാൽ ലീഗിൽ വളരെ മുന്നിലാണ്. 10 പോയിന്റ് ഉണ്ട്. ഇപ്പോൾ ഇന്നത്തെ മത്സരം കൂടി ആ ഒരു വിധി കൂടി അറിഞ്ഞാലാണ് എത്ര പോയിന്റ് ആണ് ഗ്യാപ്പ് എന്നറിയുള്ളൂ. ഇപ്പോൾ ബാഴ്സലോണ ജയിക്കുകയാണെങ്കിൽ മാത്രം 9 പോയിന്റ് ലീഡ്, അല്ലെങ്കിൽ 6 പോയിന്റ് ലീഡായി ചുരുങ്ങുന്നുള്ള കാര്യമാണ്. ലീഗിൽ 32 മത്സരങ്ങൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ 27 വിജയവും 1 ഡ്രോയും 4 തോൽവി അടക്കം 82 പോയിന്റുമായിട്ടാണ്. ലീഗിൽ എല്ലാവരും നോക്കുന്നത് 100 അടിക്കുമെന്നാണ്. പണ്ട് പെപ്പിന്റെ കാലത്തേക്കാണ് 100 അടിച്ചിട്ടുള്ളത്. അപ്പൊ 100 അടിക്കും എന്നുള്ള കാര്യമാണ് ബാഴ്സ നോക്കുന്നത്. റയൽ മാഡ്രിഡ് നോക്കുകയാണെങ്കിൽ 32 മത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ 23 വിജയവും 4 തോൽവിയും 4 സമനിലയും 5 തോൽവി അടക്കം 73 പോയിന്റുമായിട്ട് 2ാം സ്ഥാനത്തുള്ളത്. 3ാം സ്ഥാനത്തുള്ള വില്ലേറിലാണ്. അവര് എന്താ പറഞ്ഞാല് അത്ലറ്റിക്കോ മാഡ്രിഡിനേക്കാളും മുകളിലാണ് നിൽക്കുന്നത് 62 പോയിന്റുമായിട്ട്. അത്ലറ്റിക്കോ മാഡ്രിഡ് 57 പോയിന്റ്. അത്ലറ്റിക്കോ മാഡ്രിഡ് എങ്ങനെയാണ് ചാമ്പ്യൻസ് ലീഗ് എത്തിയത് കുറെ പേര് ചോദിക്കും. എന്താ പറഞ്ഞാൽ അവസാനം നടന്ന 8 മത്സരങ്ങളിൽ 1 മാത്രമേ അവർക്ക് ജയിക്കാൻ കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്. ബാഴ്സലോണയൊക്കെ പൊട്ടിച്ചു. കോപ്പ ഡെൽ റേയിലും ബാഴ്സലോണ പരാജയപ്പെടുത്തി. ഫൈനലിൽ വന്നിട്ട് റയൽ സോസിഡാഡ് കപ്പ് കൊടുത്തിട്ട് പോയി. ചാമ്പ്യൻസ് ലീഗിലും ബാഴ്സലോണ പുറത്താക്കി. ഇവിടെ സെമിഫൈനലിൽ എത്തി നിൽക്കുന്നുണ്ട്. ആഴ്സണലാണ്. ഇന്ന് എന്താവും സിമിയോണിയുടെ അത്ലറ്റിക്കോ മാഡ്രിഡും കണ്ടു തന്നെ അറിയണം. ഈ ചങ്ങായിമാര് ബാഴ്സലോണ പുറത്താക്കാൻ മാത്രമുള്ള ഇവരുടെ അജണ്ട ഒന്നും അറിയില്ല. ലാ ലീഗും പോയി. ഏറ്റവും കൂടുതൽ ഈ സീസണിൽ പൈസ മുടക്കിയത് 430 മില്യൺ എന്തോ മുടക്കിയിട്ടുണ്ട് സിമിയോണിയുടെ. അപ്പോൾ ഈ ഒരു അവസരത്തിൽ റയൽ മാഡ്രിഡ് എത്രമാത്രം മുന്നോട്ട് പോകാൻ പറ്റുന്നുള്ളതിൽ പരമാവധി അവരുള്ള മത്സരങ്ങളൊക്കെ വിജയിച്ചിട്ട് മുന്നോട്ട് പോകാനേ നോക്കുള്ളൂ. അവരുടെ എല്ലാ പ്ലേയേഴ്സും പോർട്ടോ ഒഴിച്ച് പറഞ്ഞാൽ ഇന്നലെ റയൽ ബെറ്റീസിന് എതിരെയുള്ള ആ ഒരു ലിനിന്റെ പ്രകടനം പറഞ്ഞാൽ അതിഗംഭീരമാണ്. എമ്മാതിരി സേവുകളായിരുന്നു. അപ്പൊ അവര് പരമാവധി ഇപ്പോഴും അവരുടെ കയ്യിൽ 9 പോയിന്റ്
പുറകിലാണെങ്കിലും അവർ ഒരിക്കലും വിട്ടിട്ടൊന്നുമില്ല. അവർ ലീഗ് എങ്ങനെയെങ്കിലും പിടിക്കും. സീസണിൽ 0 കപ്പ് എന്നുള്ള ആ ഒരു ഇതിൽ നിന്ന് മാറാൻ ഇനി ആ ഉള്ളൊരു അവസരം ഇതാണ്. അപ്പൊ എന്തായാലും പരിശ്രമിക്കും കഠിനമായിട്ട്. അടുത്ത ഒരു കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ, ഞാൻ ഈ വീഡിയോ കുറച്ച് മുമ്പ് തന്നെ ചെയ്യുമെന്ന് വിചാരിച്ചാണ്. എന്താ പറഞ്ഞാൽ ഈ ലാ ലീഗിൽ വാറിനെ കുറിച്ച് പറയാനുള്ളത്. ഒരുപാട് ലീഗിൽ ഇപ്പൊ വാറുകൾ നടക്കുന്നുണ്ട്. എന്തിന്, നമ്മുടെ കേരളത്തിൽ നടക്കുന്ന സെവൻസിൽ വരെ വാർ നടക്കുന്നുണ്ട്, വാർ നടപ്പാക്കുന്നുണ്ട്. പക്ഷെ ISL ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ എന്തുകൊണ്ടാണ്, സൂപ്പർ ലീഗിൽ എന്തുകൊണ്ടാണ് ISL ഇതുവരെ വാർ വന്നിട്ടില്ല എന്നുള്ള കാര്യമൊക്കെ ഇതാണ്. എങ്ങനെയൊക്കെയോ ആണ് ഇപ്രാവശ്യം ISL നടത്തിയത്. ഇപ്രാവശ്യം നടത്തി മഞ്ഞപ്പടയുടെ ഒരുപാട് വിവാദങ്ങളും കാര്യങ്ങളൊക്കെ പുകഞ്ഞു കൊണ്ടുപോയിക്കൊണ്ട് അവസാനം മഞ്ഞപ്പട വിജയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനൊന്നും കളി കാണാണ്ടിരുന്ന ആ സമയത്ത് ഫുള്ള് വിജയമാണ്. അപ്പൊ ഞാൻ ഈ കളി കാണുന്നത് വിജയിച്ചു. അങ്ങനെയെങ്കിലും മഞ്ഞപ്പട വിജയിച്ചൊരു കപ്പ് എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട്. തുടക്കം ഭയങ്കര മോശമായിരുന്നു, കുറെ കളികൾ തോറ്റു. ഇപ്പൊ അവസാനത്തെ കളികളൊക്കെ വിജയിച്ചിട്ട് പുതിയ കോച്ചിന്റെ കീഴിൽ കിടലും പെർഫോമൻസ് ആണ് നടത്തിക്കൊണ്ടിരുന്നത്. അതിൽ ഭയങ്കര സന്തോഷം തന്നെയാണ്. ഞാൻ ലാ ലീഗിന്റെ വാറിലേക്ക് കിടക്കണമെങ്കിൽ എടുത്ത് പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ലാ ലീഗ് വാർ എന്ന് പറഞ്ഞ ഈ സംഭവം എന്തിനാണ് കൊണ്ടുവന്നിരിക്കുന്നത്? വാർ എന്ന് പറഞ്ഞാൽ ഈ ഫുട്ബോൾ കളിയിൽ ഓഫ് സൈഡ് ട്രാപ്പുകൾ, അതേപോലെ ഈ റഫറിമാർക്ക് കാണാൻ പറ്റാത്ത കുറെ കാര്യങ്ങൾ റഫറിയുടെ റിവ്യൂ എടുത്ത് അതിന് വാർ റൂമിൽ നിന്ന് ചെക്ക് ചെയ്തിട്ട് അതിൻ്റെതായ ഒരു നല്ലൊരു സൊല്യൂഷൻ ഉള്ള ഒരു ഇതിന് വേണ്ടിയിട്ടാണ് വാർ എന്ന് പറഞ്ഞ പരിപാടി കൊണ്ടുവരുന്നത്. 2018 വേൾഡ് കപ്പിലാണ് ഇത് ഫുൾ ആയിട്ട് ഒരു ടൂർണമെന്റ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അതിനുശേഷം ലാ ലീഗിലും ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലും ഐ ലീഗിലും അങ്ങനെ ഒരുപാട് ലീഗുകളിൽ, ഫ്രഞ്ച് ലീഗിലായിക്കോട്ടെ, ബുണ്ടസ് ലീഗിലായിക്കോട്ടെ, അങ്ങനെ ഒരുപാട് ലീഗുകളിലെ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ലാ ലീഗിൽ ഇപ്പോഴും ഒരു കോമഡി ആയിട്ട് തന്നെയാണ് ഈ വാർ എന്ന് പറയുന്ന പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവസാന മത്സരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഫെറാൻ ടോറസിന്റെ ആ ഒരു ഗോൾ ഓഫ് സൈഡ്, അതേപോലെ തന്നെ ഇതിനു മുമ്പ് റയൽ മാഡ്രിഡിന്റെ ഒരു മത്സരത്തിൽ ആ എംബാപ്പെ മുഖത്ത് കുത്തിയിട്ട് ചോര വന്നിട്ട് പെനാൽറ്റി ബോക്സിൽ വീഴുന്നുണ്ട്. പക്ഷേ വാർ എന്ന് പറയുന്ന പരിപാടി ഒന്നും അതിൽ ഇടപെടുന്നില്ല. അത് ക്ലിയർ പെനാൽറ്റിയാണ്. കാരണം ഒരുപാട് റയലിന് അനുകൂലമായിട്ട് പ്രതികൂലമായിട്ട്, അതേപോലെ ബാഴ്സയ്ക്ക് അനുകൂലമായിട്ട് പ്രതികൂലമായിട്ട് ഒരുപാട് പെനാൽറ്റി കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. അതേപോലെ ഒരുപാട് ഫൗളുകൾ കിട്ടാതിരിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇപ്പോൾ ചാമ്പ്യൻസ് ലീഗിലും ഇങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ ലാ ലീഗ് എന്ന് പറഞ്ഞാൽ അത്രയും ദുരന്തമായ ഒരു വാർ എന്ന് പറഞ്ഞാൽ, വാറെന്ന് കൊണ്ടുവന്ന് തന്നെ ഈ ഫുട്ബോളിലുള്ള ഈ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം കാർഡാണ് കൊണ്ട്, ആദ്യം കാർഡെന്നായിരുന്നില്ല ഈ ഫുട്ബോൾ തുടങ്ങിയ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ. ആദ്യം ഒരു ടീം ഫൗൾ ചെയ്യണ ഒരു പ്ലെയറിനെ അതിന് പുറത്താക്കാണ്. അപ്പൊ ഇത് വേണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു ഏതാണ് ആളുടെ പേരെന്ന് എനിക്ക് ഓർമ്മയില്ല, അങ്ങേരാണ് ഈ ഒരു റെഡ് കാർഡ് യെല്ലോ കാർഡ് എന്നുള്ള പരിപാടി കൊണ്ടുവന്നത്. അപ്പൊ ഇതൊക്കെ കൊണ്ടുവന്ന ശേഷം അതിലും കുറച്ചുകൂടി ക്ലാരിറ്റി. എന്താ പറഞ്ഞാൽ ഒരുപാട് മത്സരങ്ങളിൽ ഒരുപാട് ഗോളുകൾ ഈ ലൈൻ ലെഫ്റ്റ് വിളിക്കുന്നത് കൊണ്ടുള്ള ഡിസ്ക്വാളിഫൈ ആവുന്നുണ്ട്. അങ്ങനെയൊക്കെ ഒരുപാട് പെനാൽറ്റി ചാൻസുകൾ, അങ്ങനെ ഫൗളുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇതിനൊക്കെ ഒരു സൊല്യൂഷൻ ആയിട്ട് വാറ് കൊണ്ടുവന്നിട്ടും എത്ര മാത്രം ഒരു കളിയിൽ ചിലപ്പോൾ 8 മിനിറ്റ് ഒക്കെ വാർ ചെയ്യാൻ വേണ്ടിയിട്ട് കളിയുടെ ആ ഒരു രസം കളയുന്നതും, അതേപോലെ തന്നെ കളിയുടെ ആ ഒരു എന്താ പറയുക ഒരു സ്പിരിറ്റൊക്കെ കളയുന്ന പരിപാടിന് ഈ 8 മിനിറ്റ് എന്നിട്ട് വരെ ചെക്ക് ചെയ്തിട്ടുണ്ട്. ചില മത്സരങ്ങളിൽ 1 മിനിറ്റ് പോലും ഓരോ സംഗതികൾ വാർ ചെയ്യാറില്ല. അപ്പോൾ വാറിനെ കുറിച്ച് എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രശ്നങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് സ്പാനിഷ് ലീഗിൽ സ്പാനിഷ് റഫറിമാർ എന്നിട്ട് 2 ദിവസം കഴിഞ്ഞ് ഇവർ അപ്പോളജൈസ് ആയിട്ട് വരും. ഞങ്ങൾക്ക് അത് ഒരു മിസ്റ്റേക്ക് പറ്റിയാണ് വാറിൽ. ഇത് സ്ഥിരം പല്ലവിയാണ്. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അപ്പോൾ വാർ നല്ലതാണ്, പക്ഷെ അത് സൂക്ഷ്മമായ രീതിയിൽ വീക്ഷിക്കണം, സൂക്ഷ്മമായ നിലപാടുകൾ എടുക്കണം. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു ലീഗിൽ തന്നെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ എന്തായാലും ഇതോടുകൂടി ഈ വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.